വർഷ രമേശിന്റെ അമ്മയാണ്. നിങ്ങളുടെ മകളെ ബ്രില്യന്റ് കിഡ്നാപ്പേഴ്സ് തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. 10 മണിക്ക് 10 ലക്ഷവുമായി വന്നാൽ തിരിച്ചു നൽകാം മകൾ. കച്ചവടച്ചോടെ പൈസ അല്ലെങ്കിൽ ഇതിനാ എടുക്കാച്ചാർക്കിന് 10 ലക്ഷം റുപ്യ. ഈ എവിടുത്തെ കച്ചവടക്കാരനാടാ? കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കേ. എന്റെ വീട്ടിൽ ഓളിരിക്കുന്നത് ഓളോട് ചോദിച്ചിട്ട് പറ. രാത്രി ഒരു 2-3 മണി വരെ റീൽസും കണ്ടോ അവിടെ കിടക്കും. എന്നിട്ട് രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ തമ്പരാട്ടി പുറത്തേക്ക് എഴുന്നള്ളിങ്ങോട്ട് വരും. കുളിക്കൂല, നനയ്ക്കൂല, ലെവലേശ അനുസരണയില്ല. എന്നിട്ട് മറ്റേ കുറെ ക്രീമും തേച്ച് ചുണ്ടും ചോമ്പിച്ച് ഓളവിടെ നടക്കും. എന്നിട്ട് അങ്ങനെയുള്ള ഓളേജ് ഇങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് കൊണ്ടുപോയിക്കുന്നു. അവൾക്ക് കണ്ണും ബോധമില്ല ചെക്ക. അവൾക്ക് പണി അറിഞ്ഞൂടെ? ഒരു മാസം കഴിഞ്ഞ് കൂടി പോവാൻ ഓൾക്ക് എത്ര പൈസ ചെലവ് നമുക്കറിയോ? ഇനി പറയാം എന്റെ കൂടെ അവിടെ നിൽക്കട്ടെ അങ്ങോട്ട്. എന്നിട്ട് എന്തോ വലിയ നിധി കിട്ടിയ പോലെ എന്നെ വിളിച്ചങ്ങോട്ട് പറയാണ് 10 ലക്ഷം വേണം പോലും. 10 ലക്ഷം. എന്റെ മോനെ എനക്കൊരു കാര്യം അറിയോ? എല്ലാ പെൺകുട്ടി മറിച്ചിടില്ല. ഒത്തുന്ന പാത്രം കൊഴുകൂല, ഉടുത്ത തുണി തിരുമൂല, കുളിക്കൂല, നനയ്ക്കൂല, നാളെ നടക്കും. ഓളെ പിന്നാലെ നടന്ന് ഈ 10-40 വർഷം ഇണ്ട് പോയത് എനക്കറിയോ? ഓളെന്റെ അടുത്ത് പറഞ്ഞോ ഞങ്ങൾ പൈസ തരുന്ന്? എന്നെ പറ്റിച്ചതാണ് മോനെ, പറ്റിച്ചതാണ്. എന്നാലും ആ പെണ്ണത് പറഞ്ഞപ്പോ ഈ വിശ്വസിച്ചില്ല. അത്ര മണ്ടനാണ്. എന്നിട്ടാണ് ഈ ബ്രില്യന്റ് കിഡ്നാപ്പിംഗ് എന്നൊക്കെ പേരിട്ടിട്ടുള്ളത്. തിരിച്ചാക്കാം. രണ്ടാളും കൂടി വന്നാളി. വർഷ രമേശിന്റെ